കല്യാട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മധ്യവർഗത്തിൻ്റെ ആശങ്കകളെ, ആകുലതകളെ, ധർമ്മസങ്കടങ്ങളെ വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുകയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയാം. അതിൽ വാടക വീട് ഒഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാം. വാടക വീട് ഒഴിപ്പിക്കാൻ നിൽക്കുന്ന ഒരു പാവപ്പെട്ട വീട്ടുകാരനെ നിങ്ങൾക്ക് കാണാം. മറ്റ് തൊഴിലില്ലാത്തത് കൊണ്ട് ഗൂർഖപ്പണി ചെയ്യേണ്ടി വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പെട്ടുപോകുന്ന ഒരു ഗൂർഖയെ നിങ്ങൾക്ക് കാണാം. രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രപരമായ ബോധ്യങ്ങളിൽ പെട്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാം. അതിൻ്റെ പേരിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മൃതശരീരത്തിന് വേണ്ടി വാശി പിടിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് വിശദീകരിക്കാനാവാതെ പെട്ടുപോകുന്നവരെ നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു മിഡിൽ ക്ലാസ് ലൈഫിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ സ്വാഭാവികമായ ആശങ്കകളെയാണ് അദ്ദേഹം തിരക്കഥയാക്കാൻ പോയത്. വലിയ രീതിയിൽ സൂപ്പർ ഹീറോയിക്കായുള്ള ചിത്രങ്ങൾ വന്നില്ല, അതിഭാവുകത്വമുള്ള കഥാപരിണാമങ്ങളില്ല. ഇപ്പോൾ വരവേൽപ്പ് എന്ന സിനിമ ഒരുപക്ഷെ എല്ലാ കാലത്തെയും നമ്മുടെ നാടിനെ ഒരു കാലത്ത് നെഗറ്റീവായിട്ട് രേഖപ്പെടുത്തിയ ചിത്രമാണ്. ഒരു നിക്ഷേപം എങ്ങനെയാണ് ഇവിടെ നിക്ഷേപകൻ പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളതിൻ്റെ, സംരംഭകൻ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് തെളിവാണ്. അവിടെ നിന്നൊക്കെ കാലം മാറി. പക്ഷേ ആ സിനിമയൊക്കെ നിൽക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതാനുഭവ പരിസരത്താണ് എന്നുള്ളതാണ് ശ്രീനിവാസനെ ഇത്രയും ജനപ്രിയനാക്കുന്നത്, അല്ലേ അർജുൻ കല്യാൺ? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഒരാൾ ഒരു സിനിമയായി മാറുന്നതാണ് ശ്രീനിവാസൻ്റെ മിക്ക സിനിമകളിൽ നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ സൂപ്പർ ഹീറോയ്ക്കായിട്ടുള്ള വേഷങ്ങളിലൊന്നും തന്നെ ശ്രീനിവാസൻ അധികം അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ശ്രീനിവാസൻ അഭിനയിച്ച ഓരോ ചിത്രങ്ങളും അത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ചുറ്റുപാടുകളിൽ കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു. ഒരു വലിയ ഒരു സൂപ്പർ ഹീറോയ്ക്കായിട്ടുള്ള വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയോ അല്ലെങ്കിൽ വലിയ ഒരു മഹാനടൻ്റെ പരിവേഷത്തിലേക്ക് അദ്ദേഹം ഉയരുകയോ അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റണ്ട് സീനുകളിൽ വലിയ ഒരു സ്റ്റണ്ട് മാസ്റ്ററായിട്ടൊന്നും അദ്ദേഹം അവതരിക്കപ്പെട്ടതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ട സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും ഓരോ മനുഷ്യരുടെ ജീവിതങ്ങൾ, ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ അറബിക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ ക്യൂബ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് ശ്രീനിവാസൻ എല്ലാ കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അല്ലെങ്കിൽ ഇടത് ബോധ്യത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിക്കുന്ന മൂല്യശോഷണത്തെ അത്രയേറെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന, അത്രയേറെ തീവ്രമായ അവതരിപ്പിക്കുന്ന ഒരു സിനിമയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ആ വേഷപ്പകർച്ച എന്ന് പറയുന്നത് അത്രമാത്രം വലിയ ഒരാൾ തന്നെ ഒരു സിനിമയായി മാറുകയാണ്. ആ ക്യൂബ മുകുന്ദനെ നമുക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഓരോ നാട്ടിൻപുറങ്ങളിലും അത്തരത്തിൽ ജീവിത പ്രയാസങ്ങൾ കൊണ്ട് നമുക്കെല്ലാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണപ്പെട്ട പാർട്ടി പ്രവർത്തകന് അദ്ദേഹത്തെ പാർട്ടിയെ അങ്ങേയറ്റം ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് അവർ പ്രവാസത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജീവിത പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുമ്പോഴും അവർ ആ പാർട്ടി സ്നേഹത്തെ, അതെല്ലാ പാർട്ടിയിലും, അത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ എന്ന രീതിയിലല്ല, എല്ലാ പാർട്ടിയിലും നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് പ്രവർത്തകരെ കാണാം. ആ പ്രവർത്തകൻ്റെ ഒരു വേഷപ്പകർച്ചയായിരുന്നു ക്യൂബ മുകുന്ദൻ എന്ന് പറയുന്ന അറബിക്കഥയിലെ കഥാപാത്രത്തിൽ അദ്ദേഹം നൽകിയത്. അത് അവിടെ മാത്രമല്ല, അത് സന്ദേശം എന്ന സിനിമയിൽ വരുമ്പോൾ അതൊരു ഹാസ്യാത്മകമായ രീതിയിൽ അത് മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്ന ശ്രീനിവാസനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് പുറമെ ഇപ്പോൾ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ആത്മാവിഷ്കാരമായി മാറിയിട്ടുള്ള ഒരു സിനിമ കഥ പറയുമ്പോൾ, മമ്മൂട്ടിയോടൊപ്പം അതിന് ബാർബർ ബാലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് അത്രമാത്രം ഒരു കരഞ്ഞുപോയ എത്രയോ അനുഭവ കഥകൾ. എനിക്ക് പോലും അത്തരത്തിലുള്ള ഈ കഥ പറയുമ്പോൾ എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് പോലും അത്രയധികം അവസാനത്തെ ആ സീനിൽ ഈ ശ്രീനിവാസനെ, ഒരു ബാർബർ ബാലൻ്റെ യഥാർത്ഥ ആ കടുക്കനിട്ട ഒരു ബാലൻ്റെ കഥ മമ്മൂട്ടി പറയുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ഒരു പ്രേക്ഷകൻ കരഞ്ഞു പോകുന്ന അവസ്ഥ, അത് ആ സിനിമയിലാകെ ഉടനീളം ആ ശ്രീനിവാസൻ ആ മനുഷ്യനായി, ആ കഥാപാത്രമായി അഭിനയിക്കുക എന്നുള്ളത് ജീവിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ്. ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ കല്ലുവെച്ച കടുക്കനിട്ട ബാലനെ പറ്റി പറയുമ്പോൾ കരഞ്ഞു പോകുന്ന ഒരു പ്രേക്ഷകന്റെ അനുഭവം. അത്തരത്തിൽ ഓരോ സിനിമയിലും ഒരാൾ, അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് അർജുൻ കല്യാൺ ഇപ്പോൾ പറഞ്ഞതുപോലെ. സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ അവസ്ഥകളെയാണ് അദ്ദേഹം അത് വരച്ചിടാൻ ശ്രമിക്കുന്നത്. അത് തിരക്കഥയിലാണെങ്കിലും ശരി, അഭിനയത്തിലാണെങ്കിലും ശരി.